ഈ ഒരു സമയത്ത് ഉദ്ദേശിക്കുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും റഹ്മാനായ റബ്ബ് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിൻ്റെ അവകാശികളായ ആളുകൾ സ്വർഗത്തിൽ പ്രവേശിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു തആല അവരോട് ചോദിക്കാണ്, തുരീദൂന ശൈഅൻ അസീദുക്കും, ഇനി നിങ്ങൾക്ക് സിയാദത്തായിട്ട് എന്താണ് വേണ്ടത്, കൂടുതലായിട്ട് എന്താണ് വേണ്ടത് എന്ന് സ്വർഗത്തിൻ്റെ അവകാശികളായ ആളുകളോട് അള്ളാഹു ചോദിക്കുകയാണ്. അപ്പൊ സ്വർഗത്തിൻ്റെ ആളുകൾ അതിന് കൊടുക്കുന്ന മറുപടി, റബ്ബേ ഇനി എന്താ ഉള്ളത്, അലം തുബയ്യിദു വുജൂഹനാ വതുനജ്ജിനാ മിനന്നാർ, നീ ഞങ്ങളുടെ മുഖങ്ങളെ പ്രകാശപൂരിതമാക്കി. ആ കുട്ടികളൊന്നും ഉണ്ടാതിരിക്കാൻ പറയാം. ഇതിന്റെ രക്ഷിതാക്കള് മക്കളെ കുറച്ചൊക്കെ സൗണ്ട് ഇറക്കും. പറഞ്ഞിട്ട് കാര്യമില്ല, കുട്ടികളല്ലേ. സ്വർഗത്തിന്റെ അവകാശികളായ ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു തആല ചോദിക്കാണ്, തുരീദൂന ശൈഅൻ അസീദുക്കും, ഇനി നിങ്ങൾക്ക് സിയാദത്തായിട്ട് കൂടുതലായിട്ട് എന്താ വേണ്ടത്. അപ്പൊ സ്വർഗത്തിന്റെ ആളുകൾ പറയാണ്, റബ്ബേ ഇനി എന്താ ഉള്ളത്, അലം തുബയ്യിദു വുജൂഹനാ വതുനജ്ജിനാ മിനന്നാർ, നീ ഞങ്ങളുടെ മുഖങ്ങളെ പ്രകാശപൂരിതമാക്കി, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു. ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ നിഅമത്ത്, ഏറ്റവും വലിയ അനുഗ്രഹം സ്വർഗമാണ്. ആ സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ നോമ്പ് നോറ്റത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ച് അള്ളാഹു ഇനി എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവര് പറയാണ്, റബ്ബേ ഏറ്റവും വലിയ നിഅമത്ത്, ഏറ്റവും വലിയ അനുഗ്രഹം നീ ഞങ്ങൾക്ക് നൽകി, ഇനി ഇതിനപ്പുറം എന്താ ഉള്ളത് എന്ന് ചോദിക്കുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫയക്ഷിഫുൽ ഹിജാബ, മറ നീങ്ങുമെന്നുള്ളതാണ്. മറ നീങ്ങുന്ന സമയത്ത് മനുഷ്യന്മാർ അവരുടെ കണ്ണുകൊണ്ട് റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു തആലയെ അവരുടെ കണ്ണുകൊണ്ട് കാണും. സുബ്ഹാനല്ലാഹ്. നമ്മളെല്ലാ ആളുകളും പ്രവാസികളാണ്. നമ്മുടെ ജീവിതത്തിൽ പല ആളുകളെയും കാണാൻ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മളെ സൃഷ്ടിച്ചു പരിപാലിച്ച് വളർത്തുന്ന റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു തആലയെ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ആ ഒരു നിമിഷം, ആ ഒരു സെക്കൻഡ്, അതിനെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫമാ ഉഅതു ശൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നളിരി ഇലാ റബ്ബിഹിം അസ്സ വജല്ല. അല്ലാഹനെ കാണുന്ന ആ ഒരു നിമിഷല്ലേ, അല്ലാഹനെ കാണുന്ന ആ ഒരു സെക്കൻഡ്, അതായിരിക്കും ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദം. സ്വർഗത്തിന്റെ ആളുകൾക്ക് എല്ലാം സ്വർഗത്തിൽ ലഭിക്കുന്നുണ്ട്, പക്ഷെ ഒന്നുമല്ല എന്ന് തോന്നും. ആ മറങ്ങനെ നീങ്ങുന്ന സമയത്ത് നമ്മുടെ കണ്ണുകൊണ്ട് റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു തആലയെ നമ്മൾ കാണുക തന്നെ ചെയ്യുമെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അത്തരം ആളുകളുടെ കൂട്ടത്തിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലിസ്വാഇമി ഫർഹതാൻ, നോമ്പുകാർക്ക് രണ്ട് സന്തോഷങ്ങളാണ്. അല്ലെ, നമുക്കൊക്കെ രണ്ട് സന്തോഷങ്ങളുണ്ട്. ഒന്നാമത് പ്രവാചകൻ പറയാണ്, ഫർഹത്തുൻ ഹീന യുഫ്തിർ, നോമ്പ് തുറക്കുമ്പോൾ അവന് സന്തോഷമുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്നപാനീയങ്ങൾ കുടിക്കാതെ കഴിക്കാതെ വിചാരങ്ങൾ അടക്കി പിടിച്ച് നിൽക്കുമ്പോൾ, എന്നിട്ട് അവസാനം ആ ബാങ്ക് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഈത്തപ്പഴം ബിസ്മില്ലാ എന്ന് പറഞ്ഞ് കഴിച്ച് ആ വെള്ളം കുടിച്ചതിന് ശേഷം എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അതാണ് ഒന്നാമത്തെ സന്തോഷം. അതേപോലെ തന്നെ നോമ്പുകാരന്റെ രണ്ടാമത്തെ സന്തോഷം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിനെ കാണുന്ന സമയത്തും നോമ്പുകാര് സന്തോഷിക്കും. അള്ളാഹു അത്തരം വിഭാഗങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, 18ാമത്തെ നോമ്പാണ് നമ്മൾ ഇന്ന് കഴിഞ്ഞു പോയത്. നമ്മൾ ഈ ഒരു സമയത്ത് ഒരു വിചാരണ നടത്തണം. റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഹസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ വിചാരണ ചെയ്യുന്നതിന് മുമ്പായിക്കൊണ്ട് നമ്മളൊന്ന് സ്വയം വിചാരണ ചെയ്യണം. നമ്മുടെ നോമ്പിന്റെ വിഷയം, നമ്മുടെ ഖുർആൻ പാരായണത്തിന്റെ വിഷയം, നമ്മുടെ ദിക്റിന്റെ വിഷയം, നമ്മുടെ തറാവി നമസ്കാരത്തിന്റെ വിഷയം, നമ്മൾ ഓരോരുത്തരും ഓരോ നോമ്പും നോക്കുമ്പോൾ നമ്മൾ മറക്കാതെ ആലോചിക്കേണ്ട ഒരു ഹദീസ് ഉണ്ട്. മഹാനായ സ്വഹാബി അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്, മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫ. ഒരാൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പ് നോറ്റാൽ, അള്ളാന്റെ മാർഗത്തിൽ അള്ളാന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഒരു ദിവസം നോമ്പ് നോറ്റാൽ ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫ, അവന്റെ മുഖം നരകത്തിൽ നിന്ന് 70 വർഷത്തിന്റെ വിദൂരതയിലേക്ക് അവനെ മാറ്റുമെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഒരു ദിവസം നോമ്പ് നോറ്റാൽ 70 വർഷത്തിന്റെ വിദൂരതയിലേക്ക് നരകത്തിൽ നിന്ന് നമ്മളെ മാറ്റുമെന്നാണ്. അപ്പൊ 18 നോമ്പ് നോക്കുകയാണെങ്കിൽ 18 × 70 ഏകദേശം 1260 വർഷത്തിന്റെ വിദൂരതയിലേക്ക് നരകത്തിൽ നിന്ന് നമ്മളെ മാറ്റിയിട്ടുണ്ടാകും. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഓരോ നോമ്പ് കഴിയുമ്പോഴും ഈ ഒരു വിഷയം നമ്മൾ ആലോചിക്കണം പ്രിയപ്പെട്ടവരെ. ഓരോ നോമ്പ് കഴിയുമ്പോഴും നമ്മൾ സങ്കടപ്പെടണം, റബ്ബേ ഇനി എത്ര ഞാൻ നൽകിയാലും എനിക്ക് ഈ നോമ്പ് തിരിച്ചു കിട്ടൂല. നമുക്ക് ഇന്ന് സുബൈ നമസ്കാരത്തിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നമുക്ക് എത്ര പേർക്ക് ലഭിച്ചിട്ടുണ്ട്? നമ്മൾ ഈ കൂട്ടത്തിൽ ചിലപ്പോൾ ഭൂരിഭാഗം ആളുകളും കച്ചവടക്കാരായ ആളുകളായിരിക്കും. ഇന്ന് നമുക്ക് വിൽക്കാൻ കഴിയാത്തൊരു സാധനം നാളെ വിൽക്കാൻ നമുക്ക് അവസരമുണ്ട്. അല്ലെങ്കിൽ ഇന്ന് നമുക്കൊരു നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നാളെ അല്ലെങ്കിൽ അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത വർഷം കച്ചവടം ചെയ്ത് അതിൽ ലാഭം ഉണ്ടാക്കാൻ കഴിയും. എന്നാൽ ഇന്ന് സുബഹിന്റെ മുമ്പ് നഷ്ടപ്പെട്ട 2 റക്അത്ത് സുന്നത്ത് നമ്മൾ എന്തെന്നെ നൽകിയാലും തിരിച്ചു കിട്ടൂല. നമ്മൾ ഓരോ ഈ 18 നോമ്പുകളിൽ നമ്മൾ ആലോചിക്കുക, ഈ 30 നോമ്പ് കഴിയുമ്പോഴേക്ക് നമ്മുടെ ശരീരത്തിന്റെ ഭാരം കുറയെ മാത്രമല്ല ഉണ്ടാകേണ്ടത്, ഒരു ഈമാനികപരമായി ഒരു ഉണർവ് നമുക്ക് ഉണ്ടാകണം, ആത്മീയപരമായ ഒരു ഉണർവ്. ഈ 18 നോമ്പ് കൃത്യമായി എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാ ആളുകൾക്കും ആത്മനിർവൃതി അണയാൻ കഴിയുന്നുണ്ട്. എന്നാൽ നമ്മൾ ആലോചിക്കുക, നമുക്ക് എത്ര പേജ് ഖുർആൻ ഓതാൻ കഴിഞ്ഞിട്ടുണ്ട്? വെറുതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കുന്നത് മാത്രമല്ല നോമ്പ്. നമ്മൾ ഖുർആൻ ഓതണം. എങ്ങനെ നമ്മൾ തിരക്കുണ്ടെന്ന് പറഞ്ഞാലും എത്ര ജോലി ഭാരമുണ്ടെന്ന് പറഞ്ഞാലും ഇതല്ല നമ്മുടെ ദുനിയാവ്, ഇതല്ല നമ്മുടെ ജീവിതം. യഥാർത്ഥ ജീവിതം മരണത്തിന് ശേഷം നമ്മളെ കാത്തിരിക്കുന്നതാണ്. ആ ഒരു പരലോക ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഖുർആൻ ഓതണം. ഇപ്പൊ എല്ലാ ദിവസവും 20 പേജ് വെച്ച് ഓതുകയാണെങ്കിൽ 30 ദിവസം കൊണ്ട് 600 പേജ് ഖുർആൻ സൂറത്ത് ഫാത്തിഹ മുതൽ സൂറത്ത് നാസ് വരെ ഒരു തവണ പൂർണ്ണമായി ഓതി തീർക്കാൻ കഴിയും. അപ്പൊ ഏകദേശം 18 നോമ്പാകുമ്പോഴേക്കും 360 പേജ് നമ്മൾ ഓതി തീർക്കണം. ഇനി ആരും മോശമാക്കാനല്ല കേട്ടോ, ആരും കുറ്റപ്പെടുത്താനല്ല. എല്ലാ ദിവസവും ഞാൻ ഓതുന്ന എൻ്റെ മുസ്ഹഫിൽ ഞാൻ എന്നോട് ചോദിക്കണം, എനിക്ക് എത്ര പേജ് ഓതി തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? നിങ്ങളോട് ആലോചിക്കുക, ഒരു 300 പേജെങ്കിലും നമുക്ക് ഓതി തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ദിക്റുകൾ ചൊല്ലേണ്ട. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 4 കലിമത്താണ്. സൂര്യൻ ഉദിക്കുന്നതിനേക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടം എന്താണെന്നറിയോ? ഈ 4 കലിമത്ത് പറയല. വെറുതെ ഇങ്ങനെ ഓഫീസിലിരിക്കുമ്പോൾ, വെറുതെ ഷോപ്പിലിരിക്കുമ്പോൾ, ജോലി തിരക്കിന്റെ ഇടയിൽ പോലും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ ഒരു പ്രയാസമില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ദിക്റിന്റെ പ്രത്യേകതയായിക്കൊണ്ട് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വർഗത്തിലെ നിധികളുടെ കൂട്ടത്തിൽപ്പെട്ടൊരു നിധിയാണ് ഈ ദിക്ർ. നമുക്ക് ചൊല്ലാൻ കഴിഞ്ഞു. നമ്മൾ നിസ്കാരത്തിന് ശേഷം യാന്ത്രികമായി സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ യാന്ത്രികമായി പറഞ്ഞു പോകുന്നതാ. അതല്ലാതെ ഒഴിവുള്ള സമയം എത്ര ലഭിക്കേണ്ടത് നമുക്ക് ചൊല്ലണ്ടേ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ദിക്റിനെ കുറിച്ച് പഠിപ്പിച്ചു തരികയാണ്. ഈ ദിക്റിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നാവിന് പറയാൻ ഏറ്റവും എളുപ്പമുള്ള ദിക്റാണ്. അള്ളാഹുവിന്റെ മീസാനിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്ന ദിക്റാണ്. അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്റ ഏതാ? ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം എന്ന ദിക്ർ നമ്മൾ ചൊല്ലണം പ്രിയപ്പെട്ടവരെ. നമ്മൾ ഈ 18 നോമ്പ് കഴിയുമ്പോഴേ ഒരാത്മ വിചാരണ നടത്തണം. റബ്ബേ, ഇങ്ങനെ പോയാൽ പോരാ, ഇനി ഒരു 12 നോമ്പുണ്ട്. ഇതുവരെ ഖുർആൻ ഓതാത്ത മനുഷ്യനാണെങ്കിൽ പോലും സങ്കടപ്പെടണ്ട, ഇനി അവസരമുണ്ട്. അങ്ങനെ ഓതണമെന്നൊരു നീയത്തെങ്കിലും ഒരാഗ്രഹമെങ്കിലും ഈ സദസ്സിൽ വെച്ച് നമുക്ക് എടുക്കാൻ കഴിയണം. ഇൻഷാ അല്ലാഹ് ഒരൊറ്റ ജമാഅത്ത് നിസ്കാരം പോലും ഞാൻ ഒഴിവാക്കൂല. ഇൻഷാ അല്ലാഹ് കഴിവിന്റെ പരമാവധി ഒരു തവണയെങ്കിലും ഞാൻ ഖുർആൻ പൂർണ്ണമായി ഓതി തീർക്കും.
അതേപോലെ തന്നെ ധാരാളമായി കൊണ്ട് ഞാൻ ദിക്റ് ചൊല്ലും. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അസീം. ഏറ്റവും എളുപ്പമുള്ള ദിക്റുകളാണ്, നബിന് ഏറ്റവും എളുപ്പമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിഷയങ്ങളെല്ലാം നമ്മൾ ആലോചിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 950 വർഷം ദഅവത്ത് നടത്തിയ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മരണാസന്നായി കിടക്കുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, കൈഫ വജത്ത ദുനിയ, നിങ്ങൾ ദുനിയാവിനെ ഏത് രൂപത്തിലാണ് നോക്കിക്കണ്ടത്? ഈ 950 വർഷം ദഅവത്ത് ചെയ്ത നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കാണ്, നിങ്ങൾക്ക് ദുനിയാവ് എപ്രകാരമായിരുന്നു ഉണ്ടായിരുന്നത്? അതിന് അദ്ദേഹം കൊടുത്ത മറുപടി, ഒരു വാതിലിലൂടെ അങ്ങനെ കയറി മറ്റൊരു വാതിലിലൂടെ ഇറങ്ങണ പോലെ. അഥവാ അത്ര വേഗതയിൽ എൻ്റെ ജീവിതം കഴിഞ്ഞുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഉമ്മത്തിന്റെ പ്രായം അഅ്മാറു ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന്റെ പ്രായം 60ന്റെയും 70ന്റെയും ഇടക്ക. നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഒരു പ്രായത്തിലേക്ക് ഇനി എത്ര കാലം മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ? ചിലപ്പോൾ 10 കൊല്ലം മാത്രമുള്ളവരുണ്ടാകും, 20 കൊല്ലം മാത്രമുള്ള ആളുകൾ ഉണ്ടാകും. എന്തായാലും 60 കൊല്ലം, എന്തായാലും 70 കൊല്ലം എന്ന് പഠിപ്പിച്ചിട്ടില്ല. ഏറിപ്പോയ ഒരു 60 കൊല്ലം, ഏറിപ്പോയ 70 കൊല്ലം അത്രയ്ക്ക് ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് ഈ നശ്വരമായ ദുനിയാവല്ല നമ്മുടെ യഥാർത്ഥ ജീവിതം. മരണമില്ലാത്ത അല്ലാഹുവിൻ്റെ സ്വർഗീയ ജീവിതമാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥ പരലോകം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പണിയെടുക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ വളരെ സുന്ദരമായ ഒരു കവിതയുണ്ട്, തസവ്വദ് മിനത് തഖ്വ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. അദ്ദേഹം പറയാണ്, നിന്റെ ഭൗതിക യാത്രയിൽ, നിന്റെ ഈ ദുനിയാവിലെ യാത്രയിൽ നിന്റെ യാത്രാ വിഭവമായി നിന്റെ കയ്യിൽ ഉണ്ടാകേണ്ട തഖ്വയാണ്, ഈമാനാണ്. കാരണം ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്ർ, രാത്രി ഇരുട്ട് മൂടിയാൽ നേരം വെളുക്കുന്ന സമയത്ത് നമ്മൾ എത്ര പേരുണ്ടാകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. രാത്രി ഇരുട്ട് മൂടിയിട്ടുണ്ട്, നാളെ രാവിലെ സുബഹിക്ക് ബാങ്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ മുമ്പ് എണീറ്റ് അത്താഴം കഴിക്കാൻ ഈ കൂട്ടത്തിൽ നമ്മളിൽ എത്ര പേരുണ്ടാകും പറയാൻ കഴിയില്ല. എന്നിട്ട് അദ്ദേഹം പറയാണ്, എത്ര യുവാക്കളാണ് അവർ രാവിലെയും വൈകുന്നേരവും അവർ ആർത്തുല്ലസിച്ച് ജീവിക്കുകയാണ്. അവരെല്ലാം മറന്നിട്ടുണ്ട്. മരണവും മരണത്തിന് ശേഷമുള്ള ജീവിതവും ഖബറും ബർസഖി ജീവിതവും എല്ലാം മറന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, അവന്റെ മയ്യത്തിന്റെ മേലെ പൊതിയാനുള്ള കഫം പുടവ എപ്പോഴോ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് മരണപ്പെട്ടാൽ എൻ്റെ മയ്യത്തിന്റെ മേലെ പൊതിയാനുള്ള കഫം പുടവ എപ്പോഴോ നെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ മയ്യത്തിന്റെ മേലെ പൊതിയാനുള്ള കഫം പുടവ നമ്മുടെ റൂമിന്റെ തൊട്ടപ്പുറത്തുള്ള ടെക്സ്റ്റൈൽസില് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത്ര നിസാരന്മാരാണ് പ്രിയപ്പെട്ടവര് നമ്മൾ. ഏത് സമയത്തും നമ്മൾ മരണപ്പെടാം. ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ വിജയിക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ ചരിത്രം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാണ്. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ബഖീ ഖബർസ്ഥാനിലേക്ക് പോവുകയാണ്. എന്നാൽ ബഖീ ഖബർസ്ഥാനിൽ ഖബറിൽ കിടക്കുന്ന ആളുകളുടെ രാത്രി അദ്ദേഹം പോയിട്ട് പറയാണ്, യാ അഹ്ലൽ ഖുബൂർ മൽ ഖബർ ഇൻദകും, ഖബറിൽ കിടക്കുന്ന ഖബറാളികളെ എന്താണ് നിങ്ങളുടെ വർത്താനം, എന്താണ് നിങ്ങളുടെ വാർത്ത? എന്നാൽ അദ്ദേഹം പറയാണ്, ഇന്നലെ ഖബറ ഇൻദന, എൻ്റെ അടുക്കൽ ചില വാർത്തകളുണ്ട്. അദ്ദേഹം പറയാണ്, എൻ്റെ അരികിൽ ചില വാർത്തകളുണ്ട്. വഅമ്മല്ലം വാലു ഫഖദ് ഉസിമത്, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ അനന്തരാവകാശികളായ ആളുകൾ നിങ്ങളുടെ മരണത്തിന് ശേഷം അത് വീതിച്ചെടുത്തിട്ടുണ്ട്. വഅമ്മൽ മസാകിനു ഫഖദ് സുകിനത്, നിങ്ങളുടെ വീടുകൾ അത് ഇന്ന് വേറെ പല ആളുകളാണ് താമസിക്കുന്നത്. വഅമ്മൽ അസ്വാജു ഫഖദ് നുകിഹത്, നിങ്ങളുടെ ഭാര്യമാർ മറ്റൊരുത്തന്റെ മണിയറയിലെ മണവാട്ടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മള് രാവെന്നോ പകലൊന്നും നോക്കാതെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്തില്ലേ, നമ്മുടെ മരണത്തിന് ശേഷം നമ്മുടെ മക്കളും നമ്മുടെ അനന്തരാവകാശികളായ ആളുകളും അത് വീതിച്ചൊടുക്കും. നമ്മൾ 20 കൊല്ലം 30 കൊല്ലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ നമ്മുടെ വീടില്ലേ, നമ്മുടെ മരണത്തിന് ശേഷം വേറെ പല ആളുകളായിരിക്കും അവിടെ താമസിക്കുക. നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ സ്നേഹിച്ച, ഏറ്റവും കൂടുതൽ നമ്മൾ പരിഗണിച്ച നമ്മുടെ ഭാര്യ ചിലപ്പോൾ നമ്മുടെ മരണത്തിന് ശേഷം മറ്റൊരുത്തന്റെ മണിയറയിലെ മണവാട്ടിയായി അവളും പോകും. എന്നാൽ അലി റളിയല്ലാഹു അൻഹു പറയാണ്, വല്ലദീ നഫ്സീ ബിയദി, എൻ്റെ നഫ്സ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. അഥവാ അല്ലാഹു സുബ്ഹാനഹു തആല തന്നെയാണ് സത്യം. ഇവർക്ക് മറുപടി പറയാൻ കഴിയില്ല. കാരണം ഇവർ മരണപ്പെട്ട് കിടക്കുകയാണ്. ഈ ഖബർ കിടക്കുന്ന മക്ബറയിലെ ആളുകൾ
മരണപ്പെട്ട് കിടക്കുകയാണ്. ഇനി ഇവർക്കെങ്ങാനും മറുപടി പറയാൻ കഴിയുമായിരുന്നെങ്കിൽ അവർ പറയും, അലി, അവരെന്നോട് പറയും, അലി, പരലോകത്തേക്കുള്ള ഏറ്റവും നല്ല വിഭവം, ഏറ്റവും നല്ല സാദ് തഖ്വയാണ്, ഈമാനാണ്, അത് നീ ഉണ്ടാക്കിക്കോ അലി എന്ന് അവരെന്നോട് പറയും. പക്ഷേ അവർക്ക് മറുപടി പറയാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സമയത്തും നമ്മൾ മരണപ്പെടാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വളരെ തുച്ഛമായ സമയം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ റമദാൻ ലഭിച്ചിട്ട് ഒരാത്മീയ നിർവൃത്തി നമുക്ക് അണയാൻ കഴിയണം, ഒരു ഈമാനിക ആവേശം. അത് റമദാനിൽ മാത്രം ഉണ്ടാകുന്ന അവസ്ഥ ആകരുത്. റമദാനിന് ശേഷമുള്ള മാസങ്ങളിലും നമ്മൾ ദീന് പഠിക്കണം, അള്ളാഹുലേക്ക് കൂടുതലായി അടുക്കണം. എങ്ങനെ അള്ളാഹുലേക്ക് കൂടുതലായിട്ട് അടുക്കുക? അള്ളാഹിനെ കുറിച്ച് കൂടുതലായി പഠിക്കുമ്പോഴാണ്. ഖുർആൻ പഠിക്കണം, ഹദീസ് പഠിക്കണം. നമുക്ക് 168 മണിക്കൂറുണ്ട് ആഴ്ചയിൽ. നമുക്ക് പറയാൻ കഴിയോ, ഞാൻ ആഴ്ചയിൽ 1 മണിക്കൂർ ഞാൻ ഖുർആൻ പഠിക്കുന്നുണ്ട്, ആഴ്ചയിൽ 1 മണിക്കൂർ ഞാൻ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഹദീസ് ഞാൻ പഠിക്കുന്നുണ്ട്? നമുക്ക് സമയങ്ങളുണ്ട്, അവസരങ്ങളുണ്ട്. നമ്മളൊന്ന് മെനക്കെട്ട് ഇറങ്ങിയാൽ മാത്രം മതി. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റമദാനിൽ 18 നോമ്പ് കഴിയുമ്പോൾ ഒരു വിചാരണ നടത്തി, റബ്ബേ, എനിക്ക് ഇതുവരെ ഒന്നും തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല, ഒരു ഖുർആനിന് ഒരു പേജ് പോലും ഞാൻ ഓതിയിട്ടില്ല, ഇനിയിപ്പോൾ നോക്കിയാൽ കഴിയൂല എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. 12 ദിവസമുണ്ട്, ഇനി 12 ദിവസമുണ്ട്. ആ 12 ദിവസം കൊണ്ട് കഴിവിൻ്റെ പരമാവധി ഞാൻ ഓതിത്തു. അതേപോലെ തന്നെ എല്ലാ നിസ്കാരങ്ങളും ഞാൻ പങ്കെടുക്കും, എല്ലാ നോമ്പും ഞാൻ നോക്കും. അതേപോലെ തന്നെ ധാരാളമായി കൊണ്ട് ദിക്റ് ചൊല്ലും. എൻ്റെ നാവിലൂടെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തൊരു വാക്ക് ഞാൻ പറയില്ല, എൻ്റെ നാവിലൂടെ അള്ളാഹ്ക്ക് വെറുപ്പുള്ള ഒരു സംസാരം ഞാൻ പറയില്ല, ഒരു മോശപ്പെട്ട പ്രവർത്തനവും എൻ്റെ കൈകൊണ്ട് ഞാൻ ചെയ്യൂല. ഈ റമദാന് കൊണ്ട് ഒരു നന്മ തുടങ്ങാൻ നമുക്ക് കഴിയണം. ഈ റമദാന് കൊണ്ട് നമ്മൾ ചെയ്ത ഒരു ഹറാമ് ഇതോടുകൂടി അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയണം. റഹ്മാനായ റബ്ബ് നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടവരുടെ കബറിടം അവൻ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഈ കൂട്ടത്തിൽ പല ആളുകളുടെയും മാതാപിതാക്കൾ മരണപ്പെട്ടിട്ടുണ്ടാകും. അള്ളാഹു അവരുടെ കബറിടങ്ങളെ സ്വർഗ്ഗപൂന്തോപ്പാക്കി മാറ്റുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കളുടെ കൂടെ സ്വർഗത്തിൽ ജീവിക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആലയെ റസൂലുള്ളാഹിന്റെ കൂടെ കാണാനുള്ള തൗഫീക്കും പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സ്വാലിഹായ ഇണകളായിക്കൊണ്ട് മാറ്റുമാറാകട്ടെ. നമ്മുടെ ഇണകളിൽ അള്ളാഹു കൺകുളിർമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സ്വാലിഹായ മക്കളാക്കി മാറ്റുമാറാകട്ടെ. ഓരോ വാർത്തകൾ നമ്മുടെ നാട്ടിലൂടെ കേൾക്കുന്നുണ്ട്. അള്ളാഹു നമ്മുടെ മക്കളെ ഈ ലോകത്തും പരലോകത്തും ഉപകാരപ്പെടുന്ന മക്കളാക്കി മാറ്റുമാറാകട്ടെ. അള്ളാഹുവിലേക്ക് കൂടുതലായി അടുക്കാനും അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാനുള്ള തൗഫീക്കും പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ അള്ളാഹുവിലേക്ക് കൂടുതലായി അടുക്കാനും അള്ളാഹുവിൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവിടെ ഒരുമിച്ച് കൂടാനുള്ള തൗഫീക്കും നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാനിനെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താനും നാളെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ റയ്യാൻ എന്ന് പറയുന്ന കവാടത്തിലൂടെ നോമ്പുകാരായ ആളുകൾ പ്രവേശിക്കുമ്പോൾ അതിലൂടെ നമുക്ക് ഓരോരുത്തർക്കും പ്രവേശിക്കാനുള്ള തൗഫീക്കും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.